അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ട് കൊണ്ട് ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ മുടിയുടെ ഭാഗമാണ് വരച്ച് തുടങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ബ്ലാക്ക് കളറല്ല യൂസ് ചെയ്യുന്നത്, നമ്മൾ ആദ്യം ഒരു ബ്രൗൺ കളറും യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഒരു ഡാർക്ക് ബ്ലൂവും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു മുടിയുടെ ഭാഗത്തേക്ക് നോക്കുന്ന സമയത്തൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ മുടിയുടെ ടോപ്പിലൊക്കെ ആയിട്ട് കുറച്ച് ലൈറ്റ് അടിച്ചിട്ട് ആ ഒരു ഭാഗത്തൊരു ബ്രൗൺ കളർ പോലെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു ഭാഗത്ത് ആ ഒരു കളർ കിട്ടാൻ വേണ്ടി നമ്മൾ ആദ്യം പറഞ്ഞ തന്നെ ബ്രൗൺ കളർ യൂസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ലെയറായിട്ടാണ് നമ്മൾ ബ്ലാക്ക് പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കുറച്ചുകൂടി ഇങ്ങനെ സൈഡിലോട്ട് വന്ന വരുന്ന സമയത്ത് ആ ഒരു ഭാഗത്ത് കൂടുതലും ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത്, അതായത് ഡാർക്ക് ആയിട്ടുള്ള കളറാണ് വരുന്നത്. അപ്പം അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഡാർക്ക് വേറെ എന്തെങ്കിലും കളർ യൂസ് ചെയ്യാം, അതായത് ഒരു ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ ഗ്രീനൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ള കുറച്ച് ഡാർക്ക്നെസ് ഉള്ള ഒരു കളർ നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ രണ്ടാമതായിട്ട് നിങ്ങൾ ബ്ലാക്ക് പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കാവുന്നതാണ്. അതങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ മുടി ഒരു ഡാർക്കായിട്ട് കിട്ടാനും അല്ലെങ്കിൽ ആ ഒരു ഡ്രോയിങ് തന്നെ നല്ല കളർഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് പെൻസിൽ ഉപയോഗിച്ച് തന്നെ വരയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോട്ടോയെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫോട്ടോയിലുള്ള പോലെ തന്നെ വരച്ചെടുക്കാനായിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള റെഫറൻസ് ഇമേജ്, ഇപ്പം ഏത് ഡ്രോയിങ് ആണെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള റെഫറൻസ് ഇമേജ് നിങ്ങൾ അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ പേപ്പറിലേക്ക് നിങ്ങൾ വരച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഡ്രോയിങ് കണ്ടു കഴിയുമ്പം ആ ഫോട്ടോയെ വെച്ച് നോക്കുന്ന സമയത്ത് സെയിമായിട്ട് വരുന്നു അല്ലെങ്കിൽ വന്നു എന്ന് മറ്റുള്ളവർ പറയണമെങ്കിൽ നമുക്ക് തീർച്ചയായും ആ റെഫറൻസ് ഇമേജ് ഉള്ള കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ വരച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം. അതിപ്പം ഷെയ്ഡിങ് ആണെങ്കിലും ശരി, നമ്മൾ ഏത് ഭാഗമാണെങ്കിലും വരയ്ക്കുന്ന സമയത്ത് ആ ഭാഗം ക്ലിയർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ ഡ്രസ്സിൻ്റെ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് അവിടെയും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിലുള്ള കളേഴ്സ്, അതായത് ആ ഒരു ഫോട്ടോയിലുള്ള കളറും നിങ്ങളുടെ കയ്യിലുള്ള ആ കളർ പെൻസിൽ തന്നെ ഉണ്ടെങ്കിൽ, സെയിം ആയിട്ട് ഉണ്ടെങ്കിൽ ആ കളർ തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ വേറെ കളേഴ്സ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ സെയിം ആയിട്ട് തന്നെ കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫോട്ടോ വെച്ച് നോക്കുന്ന സമയത്ത് സെയിം ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു ഡ്രോയിങ്ങും കിട്ടും. അപ്പം അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പം മിക്ക കളർ പെൻസിലും വാങ്ങുന്ന സമയത്ത് ഈ കളേഴ്സ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. അപ്പം മാക്സിമം ആ ഇതിലുള്ള കളർ തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ.
അപ്പോൾ ഈ ഒരു ഡ്രോയിങ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങൾക്ക് ഡ്രോയിങ് പഠിക്കാൻ താല്പര്യം ഇപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ ഡ്രോയിങ് നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈസിയായിട്ട് വരച്ചെടുക്കാവുന്നുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴിയൊക്കെ ചോദിക്കുക. ഇല്ലെങ്കിൽ മെസ്സേജായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി ചോദിക്കാവുന്നതാണ്. നിങ്ങൾ വരച്ച ഡ്രോയിങ് ഒക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിക്ക് ഒന്ന് അയച്ചു തരിക. അപ്പം നിങ്ങൾ അയച്ചു തരുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ചോദിക്കുക. അപ്പം ഈ പറഞ്ഞാൽ നിങ്ങൾ കറക്റ്റ്, അതായത് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾ കറക്റ്റായിട്ട് ഒന്ന് ഫോളോ ചെയ്ത് പോവുക, വരച്ച് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഡ്രോയിങ് പഠിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും.